എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഈ ലോകത്തിന് ഇതെന്ത് പറ്റി എന്നൊക്കെ നിങ്ങൾ ഈ അടുത്തിടയ്ക്കായിട്ട് ചിന്തിക്കാറുണ്ടോ? ഞാനും ചിന്തിക്കാറുണ്ട്. കാരണം എങ്ങും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യുദ്ധങ്ങളും അക്രമങ്ങളും ഒക്കെയാണ്. മനുഷ്യൻ മനുഷ്യനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് മാർഗ്ഗങ്ങൾ മാത്രമാണ് വ്യത്യാസം. ചിലവർ ബോംബിട്ട് കൊല്ലുന്നു, മിസൈലിട്ട് കൊല്ലുന്നു, വെടിവെച്ച് കൊല്ലുന്നു, കത്തിക്ക് കുത്തിക്കൊല്ലുന്നു, ജീവനോടെ കുഴിച്ചു മൂടുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം എന്ന് തുടങ്ങിയതാ, ഇതുവരെ തീർന്നിട്ടില്ല. ഇസ്രായേൽ ഗാസ യുദ്ധം, അതുപോലെ ജസ്റ്റ് ഇന്നലെ നമ്മൾ സംസാരിച്ചു വെച്ച വീഡിയോ എന്തായിരുന്നു? ബംഗ്ലാദേശിൽ നടക്കുന്ന വലിയൊരു കലാപത്തെ പറ്റിയിട്ടായിരുന്നു. ഏകദേശം 300-ന് മുകളിൽ വരുന്ന ആൾക്കാർ അതിനകത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട്. വലിയ പ്രശ്നമാണ്. അങ്ങനെ ഒരു രക്ഷയില്ലാതെ അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷെയ്ഖ് ഹസീനയ്ക്ക് രാമായണം രാജ്യത്ത് നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു. അത്രയും വലിയൊരു കലാപമായിരുന്നു ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ? എന്നാൽ മറ്റൊരു സംഭവം കൂടെ ഇതിനോടൊപ്പം തന്നെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏതെങ്കിലും ചെറിയ കൺട്രീസിലൊന്നുമല്ല. നമ്മൾ ഏറ്റവും വലിയ രാജ്യങ്ങൾ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഏറ്റവും ഡെവലപ്ഡ് നേഷൻസ് എന്നൊക്കെ പറയുന്ന ഇംഗ്ലണ്ടിലാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലണ്ട് ബ്രിട്ടന്റെയും അതോടൊപ്പം യുണൈറ്റഡ് കിങ്ഡത്തിന്റെയും ഭാഗമാണല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആ ഒരു ദേശത്തെ നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാവുന്നതാണ്. UK നടക്കുന്ന കലാപം എന്ന് പറഞ്ഞാൽ ശരിയാണ്, ബ്രിട്ടൻ നടക്കുന്ന കലാപം എന്ന് പറഞ്ഞാൽ ശരിയാണ്, ഇംഗ്ലണ്ട് നടക്കുന്ന കലാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു അവസരത്തിൽ അത് ശരിയാണ്. അപ്പോൾ എന്താണ് ഈ ഇംഗ്ലണ്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ പൊട്ടിപ്പുറപ്പെടുന്ന കലാപങ്ങൾക്കുള്ള അതേ ഒരു രീതി തന്നെയാണ് ഈ ഒരു കലാപത്തിലും കാണാൻ സാധിക്കുന്നത്. അതായത് ബസ്സുകൾ തീയിടുക, കാറുകൾ നശിപ്പിക്കുക, കെട്ടിടങ്ങൾ മൊത്തം അടിച്ചു തകർക്കുക, അത് മൊത്തം കൊള്ളയടിക്കുക തുടങ്ങിയ എല്ലാ രീതികളും അവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആൾക്കാർ ഏറ്റുമുട്ടുന്നു. ഇവിടെ ബംഗ്ലാദേശ് കലാപത്തിലൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. അതായത് ജനങ്ങൾ ഒന്നടങ്കം ഈ ഭരണകൂടത്തിനെതിരെയായിരുന്നു തിരിഞ്ഞിട്ടുണ്ടായിരുന്നതല്ലേ. പക്ഷേ ഇംഗ്ലണ്ടിലെ കലാപം അങ്ങനെയല്ല. അവിടെ രണ്ട് കൂട്ടം ജനങ്ങൾ, രണ്ട് ഗ്രൂപ്പായിട്ട് തരം തിരിഞ്ഞ്, അതായത് രണ്ട് ഗ്രൂപ്പ് തമ്മിലുള്ള ക്ലാഷാണ്, ഏറ്റുമുട്ടലാണ്, യുദ്ധമാണ് നിലവിൽ ഇംഗ്ലണ്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഈ രണ്ട് കൂട്ടർ? അവരിങ്ങനെ ഏറ്റുമുട്ടാനുണ്ടായ കാരണം എന്താണ്? ഇതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള അജണ്ടകളുണ്ടോ? അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രധാന കാര്യത്തെ അവസാനം ഒന്ന് അഡ്രസ്സ് ചെയ്ത് പോവുകയും ചെയ്യാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് UK-യിലെ ഒരു പൊതു സാഹചര്യത്തെ പറ്റി മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് നിങ്ങൾക്ക് വളരെയേറെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കൂടെ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച ഒരു സുഹൃത്തെങ്കിലും ഇപ്പോൾ UK-യിലോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മറ്റൊരു രാജ്യമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ പോകുന്ന രാജ്യങ്ങൾ കാനഡ, ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടാകും അല്ലേ? UK-യിലും കാനഡയിലും സുഹൃത്തുക്കളില്ലാത്ത ആരും തന്നെ ഇപ്പോൾ യുവജനങ്ങളായിട്ട് ഉണ്ടാകത്തില്ല. കാരണം അത്രയും പേരാണ് ഒരു കഴിഞ്ഞ 5 വർഷമായിട്ട് അങ്ങോട്ട് കുടിയേറിക്കൊണ്ടിരിക്കുന്നത്. ഈ ലാസ്റ്റ് 5 years, 5 വർഷത്തിലാണ് ഇത്രയും വലിയൊരു ബൂം ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതിന് മുമ്പ് ഒരു 10 വർഷം മുമ്പൊന്നും ഇത്രയും വലിയ ട്രെൻഡ് അല്ലായിരുന്നു ഈ UK കാനഡ എന്നുള്ളതല്ലേ. ഇന്ത്യയിലെ ഏറ്റവും നല്ല സംസ്ഥാനമായിട്ടുള്ള കേരളത്തിൽ നിന്ന് അടക്കം ഒരു ഒറ്റ ഇൻടേക്കിൽ കാനഡയിലേക്ക് പോയിട്ടുള്ളത് 7,000 8,000 മറ്റു സ്റ്റുഡൻസ് ആയിരുന്നല്ലോ, ഒറ്റ ഇൻടേക്ക്. അപ്പോൾ എന്തോരം വിദ്യാർത്ഥികളാണ് നമ്മളുടെ സംസ്ഥാനത്ത് നിന്ന് തന്നെ പോകുന്നത്. നമ്മുടെ രാജ്യത്ത് നിന്നും ഒരുപാട് പേര് പോകുന്നുണ്ട്. ഇനി നമ്മുടെ രാജ്യത്ത് നിന്ന് മാത്രമല്ല, അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, മ്യാൻമർ, പിന്നെ മിഡിൽ ഈസ്റ്റ് കൺട്രീസ്, ആഫ്രിക്കൻ കൺട്രീസ്, ഇവിടുന്ന് എല്ലാം തന്നെ ഒരുപാട് ജനങ്ങളാണ് ഈ UK-യിലേക്കൊക്കെ കുടിയേറിക്കൊണ്ടിരിക്കുന്നത്. ഒരു 15 കൊല്ലം മുമ്പൊക്കെ ഇത് വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ചേക്കേറുന്ന മറ്റ് രാജ്യക്കാരെ കൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ ലാസ്റ്റ് 5 years വലിയ തോതിൽ എക്സ്പോണൻഷ്യൽ ആയിട്ടാണ് അങ്ങോട്ട് കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ വൻ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് അല്ലേ? ഞാൻ പറയാവുന്ന കാര്യം വളരെ സിമ്പിൾ ആക്കി പറയാൻ കേട്ടോ, അല്ലെങ്കിൽ വലിച്ചു നീട്ടിപ്പോവും. അതായത് ഒരു 15 കൊല്ലം മുമ്പുള്ള അവിടുത്തെ യാത്രാ വീഡിയോസ്, ഇപ്പോൾ നമ്മളുടെ സഞ്ചാരമൊക്കെ അന്നുണ്ടായിരുന്നല്ലോ, അതൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ വലിയ അത്ഭുതത്തോടെ നോക്കിയിരുന്നുണ്ടായിരുന്നു ആ രാജ്യത്തിൻ്റെ വൃത്തി, ആ രാജ്യത്തെ ജനങ്ങളുടെ ഡിസിപ്ലിൻ അല്ലേ. ട്രാഫിക് ഒക്കെ വെൽ മെയിൻറ്റൈൻഡ് ആണ്, എല്ലാവരും ക്യൂവിൽ നിന്ന് കയറുന്നു, അവിടെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. ഇനി മറ്റെന്തെങ്കിലും ആഘോഷങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നടത്തുന്നു. പ്രതിഷേധങ്ങളൊക്കെ ആണെങ്കിലും സമരങ്ങളൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയാണല്ലേ. അതുപോലെ വളരെ വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള, അലമ്പുകൾ കാണിക്കാത്ത, റോഡിൽ മുറുക്കി തുപ്പാത്ത, വേസ്റ്റുകളൊന്നും വഴിയിലിടാത്ത, നമ്മുടെ നാട്ടിൽ തട്ടുകട കണ്ടിട്ടുണ്ടല്ലോ, ഭയങ്കര ഒച്ചയും ബഹളവും ആയിരിക്കുമല്ലോ, അതുപോലെയൊന്നും അവർ ചെയ്തില്ല. കാരണം മറ്റുള്ളവൻ്റെ ആ ഒരു സ്വകാര്യത, ശബ്ദം കൊണ്ട് മലിനീകരണം ഒന്നും ഉണ്ടാക്കാൻ പോലും അവിടെ പറ്റത്തില്ലായിരുന്നു. സത്യം പറയുവാണെങ്കിൽ നമ്മളൊക്കെ വളരെ അത്ഭുതത്തോടെ നോക്കിക്കണ്ട അവരുടെ ജീവിത രീതിയെ, സംസ്കാരത്തെ, സാംസ്കാരികതയെ, അതുപോലെ അവരുടെ വിശ്വാസങ്ങളെ, അവരുടെ ഡിസിപ്ലിനെ ഒക്കെ ഫുള്ള് തച്ചുടച്ചുകൊണ്ടാണ് ഈ ഒരു ഇപ്പോൾ കുടിയേറിയിട്ടുള്ള ഒരുപാട് പേര് അവിടെ ജീവിക്കുന്നത്. ഞാനിത് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നല്ലേ, അവിടുത്തെ കൃത്യമായിട്ടുള്ള വീഡിയോസ് ഉണ്ട്. കാരണം ഇങ്ങനത്തെ വീഡിയോസ് മാത്രം പോസ്റ്റ് ചെയ്യുന്ന പേജസ് ഉണ്ട്. അതൊക്കെ നമ്മളുടെ വിദ്യാർത്ഥികളിലേക്ക് എത്തണം. കാരണം ഇവിടുന്ന് പോകുന്ന വിദ്യാർത്ഥികൾ അവിടെ എന്തോ സ്വർഗ്ഗരാജ്യമെന്നും പറഞ്ഞാണ് ഇരിക്കുന്നത്. അതൊക്കെ പോയിട്ട് കുറച്ച് വർഷങ്ങളായി. നമ്മളുടെ വളരെ മോശം, അതായത് എറണാകുളം KSRTC സ്റ്റാൻഡ് അറിയാമല്ലോ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വൃത്തികെട്ടൊരു ബസ് സ്റ്റാൻഡാണ്. അതുപോലെയാണ് അവിടുത്തെ പല വളരെ പണ്ട് 15 വർഷം മുമ്പ് ഒരു മിഠായി കവർ പോലും ഇല്ലാതിരുന്ന ജനങ്ങൾ സൈലന്റ് ആയിട്ട് നടന്നു നീങ്ങുന്ന, ഒച്ചയോ ബഹളവും ഇല്ല. മറ്റേ നമ്മുടെ നാട്ടിലെ തട്ടുകടയിൽ പാത്രത്തിട്ട് ഉരയ്ക്കുന്ന ഒച്ചയിലോ അതൊന്നും ഇല്ലായിരുന്നല്ലേ. അവിടെ ഒരു പഞ്ചാബി ധാബകളുടെ കേന്ദ്രമാക്കി, അതിന്റെ സൈഡിൽ മരം നിൽപ്പുണ്ട്, ആൾക്കാർ മുറുക്കി തുപ്പിയിട്ടിരിക്കുകയാണ്. അവിടെ ഫുള്ള് വേസ്റ്റുകളെല്ലാം തെരുവിൽ കിടക്കുകയാണ്. ഇങ്ങനത്തെ ഒരു UK-യും ഉണ്ട്. അതിൻ്റെ കാരണക്കാരാണ് ഈ
ഇപ്പോൾ വന്ന ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരുപാട് ഈ ഒരു ന്യൂ ജനറേഷനിൽ പെട്ടിട്ടുള്ള ഈ ഒരു കുടിയേറ്റക്കാർ ഇവരൊക്കെയാണ് ഇതിന്റെ കാരണക്കാരായി മാറിയത്. പതുക്കെ പതുക്കെ ആ രാജ്യത്തെ ഞാൻ ഒരുപാട് ക്വാളിറ്റീസ് പറഞ്ഞായിരുന്നല്ലോ 15 വർഷം മുമ്പല്ലേ, അതിൽ നിന്നൊക്കെ കംപ്ലീറ്റ് വ്യതിചലിച്ച് ഒരു വളരെ മോശം അവസ്ഥയിലേക്ക് വൃത്തികെട്ട തെരുവാക്കി മുറുക്കി തുപ്പി എല്ലാം വൃത്തികേടാക്കുന്ന ഈ കുടിയേറ്റക്കാരോട് അവിടുത്തെ പൗരന്മാർക്കുണ്ടല്ലോ പതുക്കെ പതുക്കെ അവരുടെ ഉള്ളിൽ ഒരു വിദ്വേഷം, ഒരു എതിർപ്പ് വച്ച് തുടങ്ങുന്നതായിട്ട് നമുക്ക് പല കമന്റുകളിലൂടെ ആണെങ്കിലും ഇവരുടെ എല്ലാം പോസ്റ്റുകളിലൂടെ ആണെങ്കിലും പിന്നെ പല എക്സ്ട്രീം റൈറ്റ് വിങ് പൊളിറ്റീഷ്യൻസ് ഉണ്ട്, അവരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അവിടുത്തെ ജനങ്ങൾക്ക് തന്നെ പതുക്കെ ആയിട്ട് ഇവരോട് എന്തോ ഒരു വിരോധം കൂടിക്കൂടി വരികയാണ്. കാരണം സ്വാഭാവികമാണ്, ഇപ്പം നമ്മളുടെ രാജ്യത്തേക്ക് ഒരു ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് മറ്റൊരു രാജ്യത്തു നിന്നുള്ള നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു രാജ്യത്തു നിന്നുള്ള വ്യക്തികൾ വന്നിട്ട് അവരിവിടെ തെരുവുകളൊക്കെ കൈയടക്കിയാണ്, ഇവിടുത്തെ സ്ഥാപനങ്ങളൊക്കെ ഫുള്ള് തല്ലിപ്പൊളിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്രതികരിക്കില്ലേ? അപ്പോൾ നമുക്ക് മനസ്സിൽ തോന്നത്തില്ലേ, അയ്യോ ഇവന്മാർ ഇതെന്താ ചെയ്യുന്നത്, നമ്മുടെ രാജ്യത്ത് കൊണ്ട് നമ്മുടെ നാട് നശിപ്പിക്കുന്നു എന്ന് തോന്നത്തില്ലേ? ആ ഒരു ചിന്ത തന്നെയാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പൗരന്മാർക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തോന്നി തുടങ്ങി. പക്ഷേ എന്താ സംഭവിക്കുക? അങ്ങനത്തെ ചിന്തകൾ അത് പൊതുവെ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. പക്ഷെ അതിൻ്റെ അകത്ത് ചില എക്സ്ട്രീമിസ്റ്റുകൾ ഉണ്ടാവും. അവരാണ് ഒരു കലാപങ്ങളിലേക്കും അക്രമങ്ങളിലേക്കൊക്കെ ഈ ഒരു ചിന്തകളെ കൊണ്ടുപോവുക. ഇനി നമുക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കലാപത്തിന്റെ കാരണങ്ങളിലേക്ക് വരാം. ഞാൻ ഇത്രയും പറഞ്ഞത് അതായത് ഒറ്റ പോയിന്റ് സ്ഥാപിക്കാനാണ്. പല രാജ്യങ്ങളിൽ നിന്നായിട്ട് വരുന്ന ഈ ഇമിഗ്രൻസ് അഥവാ കുടിയേറ്റക്കാർ കാരണം ആ രാജ്യത്തെ വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് തള്ളുകയും അതോടൊപ്പം ഒരുപാട് ജോലി സാധ്യതകൾ നഷ്ടപ്പെടുത്തുകയും ഒക്കെ ചെയ്തപ്പോഴേക്കും വളരെയേറെ അമർഷം നിലവിൽ അവിടുത്തെ UK സിറ്റിസൺസിന്റെ എല്ലാവർക്കും അല്ല, കൃത്യമായിട്ട് എടുത്ത് പറയുന്നത് എല്ലാവർക്കും അല്ല, എന്നാൽ നല്ലൊരു ജനവിഭാഗത്തിന് കുടിയേറ്റക്കാരോട് വലിയൊരു അമർഷമുണ്ട് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഇനി കലാപത്തിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ എല്ലാം ആരംഭം ജൂലൈ 29 തീയതിയിൽ നിന്നാണ്. അന്ന് സൗത്ത് പോർട്ടിലുള്ള സീസൈഡ് ടൗൺ ഉണ്ട്, അതൊരു ടൗൺ ആണ്. ഇത് മൊത്തത്തിൽ വരുന്നത് നമ്മുടെ നോർത്തേൺ ഇംഗ്ലണ്ടിലാണ്. അപ്പോൾ ഈ ഒരു സീസൈഡ് ടൗണിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡാൻസ് ക്യാമ്പ് നടക്കുന്നുണ്ടായിരുന്നു. ഒരു ടൈലർ സ്വിഫ്റ്റ് തീം ഡാൻസ് ക്യാമ്പായിരുന്നു. അപ്പോൾ ഈ ക്യാമ്പിന് ഒരുപാട് പെൺകുട്ടികളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളാണ്, അതായത് 4, 5 വയസ്സും 10 വയസ്സൊക്കെ ഉള്ള ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട്. ഈ ഒരു ഡാൻസ് ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്ന വഴിക്ക് ഒരു വ്യക്തി അങ്ങോട്ട് കത്തിയുമായിട്ട് വരികയാണ്. കത്തി ഒളിപ്പിച്ചാണ് വന്നത്. അപ്പോൾ ഇവനൊരു പയ്യനെ പോലെയാണ് തോന്നിക്കുന്നത്. കുട്ടികളുടെ അടുത്തെത്തിയപ്പോഴേക്കും ഇയാള് തന്റെ കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് ഈ കുട്ടികളെല്ലാം കുത്താൻ ആരംഭിക്കുകയാണ്. പിഞ്ചു കുട്ടികളെ 4-5 വയസ്സൊക്കെയുള്ള കുഞ്ഞുങ്ങളെയാണ് ഇവൻ കുത്തിയിട്ടുണ്ടായിരുന്നത്. ഈ അപ്രതീക്ഷിത ആക്രമണത്തിൽ 3 കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെടുകയാണ്. 6, 7, 9 വയസ്സുള്ള 3 പെൺകുട്ടികളായിരുന്നു. ഡാൻസ് പ്രാക്ടീസിന് വന്നിട്ടുള്ള പെൺകുട്ടികളായിരുന്നു അവര്. അതുപോലെ തന്നെ ഇവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. മറ്റേ കുട്ടികളെയും വേറെ ഒരുപാട് കുട്ടികളുണ്ടല്ലോ ഇവരെയും ഒക്കെ ഇവൻ ഓടി നടന്ന് കത്തി കൊണ്ട് കുത്തുകയാണ്. 8ഓളം കുട്ടികൾക്ക് നിസാരമായിട്ടൊക്കെ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. തടയാൻ ചെന്ന ഡാൻസ് അധ്യാപികയും കുത്തി, ഡാൻസ് അധ്യാപികയും പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ 3 കുട്ടികൾക്ക് ജീവൻ നഷ്ടം, മറ്റു കുട്ടികൾക്ക് നിസാരമായിട്ടൊക്കെ പരിക്കേറ്റല്ലേ. ഇത് അവിടെ വലിയൊരു ചർച്ചയായി മാറുകയാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ രാജ്യത്തും നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. അതായത് എത്ര വലിയ ക്രൈം ആകട്ടെ, 10 പേരെ കൊന്നവനാകട്ടെ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി 50 പേരെ കൊന്നാലും 18 വയസ്സിൽ താഴെയാണെങ്കിൽ അവൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പുറത്തുവിടത്തില്ല. നമ്മുടെ രാജ്യം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ നിർഭയ കേസ് ഉണ്ടായിരുന്നല്ലോ, ഡൽഹി നിർഭയ കേസ്. ആ നിർഭയ കേസിൽ ആ ഒരു പെൺകുട്ടിയെ ഏറ്റവും കൂടുതൽ മൊളസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്രത്തോളം ബ്രൂട്ടലായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നത് 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരുത്തനായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള എല്ലാവരെയും തൂക്കിക്കൊന്നു. ഇവന് മാത്രം 3 വർഷം തടവും കൊടുത്തിട്ട് ആ തടവ് കഴിഞ്ഞപ്പോൾ ഒരു തയ്യൽ മെഷീനും കൊടുത്താണ് സർക്കാർ വിട്ടിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന സിസ്റ്റമാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ സിസ്റ്റം അപ്പാടെ മാറണം. അല്ലാതെ ഇപ്പോൾ എനിക്ക് ആ പയ്യൻ ഇപ്പോൾ നിർഭയ കേസ് തന്നെ എടുക്കുക, അത്രയും ക്രൂരമായിട്ട് ബ്രൂട്ടലി ആ പെൺകുട്ടിയെ ഉപദ്രവിച്ച പയ്യനല്ലേ, ഞാൻ ആ പയ്യന്റെ ഫോട്ടോ കാണിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോടതി വിളിച്ച് ഞാൻ അകത്ത് പോയി കിടക്കും. അപ്പോൾ നമുക്ക് നിയമങ്ങൾ പാലിച്ചേ പറ്റത്തുള്ളൂ. അതൊരു വിഷയമായിട്ട് നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ഈ UK അഥവാ ഇംഗ്ലണ്ടിലും സമാനമായിട്ടുള്ള നിയമമാണ്. ഈ കുട്ടികളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ അക്രമിയുടെ പ്രായം വെറും 17 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കൊച്ചു പയ്യനാണ് ഇത്രയും വലിയ ഭീകരമായിട്ടുള്ള ക്രൈം ചെയ്തത്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ പ്രശ്നം സംഭവിക്കുന്നത് എന്താണ്? ഇവന്റെ ഐഡന്റിറ്റി അവിടുത്തെ പോലീസിനോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കോ, മാധ്യമങ്ങൾക്ക് അറിയായിരിക്കും, പക്ഷെ പുറത്തുവിടാൻ പറ്റും. നമ്മുടെ നാട്ടിലാണെങ്കിൽ പറ്റും ഇല്ല. 18 വയസ്സ് താഴെയാണോ നമുക്ക് പുറത്ത് വിടാൻ, ഐഡന്റിറ്റി വെളിവാക്കുന്ന ഒന്നും തന്നെ അവരുടെ ചിത്രമോ അല്ലെങ്കിൽ അവരുടെ പേരോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ ഫോട്ടോയോ ഒന്നും തന്നെ നമുക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ള അധികാരമില്ല. അൺലെസ് അത് ഒരു കോടതി ഉത്തരവിലൂടെ അല്ലെങ്കിൽ ഗവൺമെന്റ് ഉത്തരവിലൂടെയോ അത് പുറത്തു വരും. ഗവൺമെന്റ് ഒഫീഷ്യലി പുറത്തു വിടുകയാണ്, ഓക്കെ നമുക്കതിനെ പിൻപറ്റി നമ്മൾ ഷെയർ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ. അപ്പോൾ എന്തായാലും ഇത് തന്നെ ഇവിടെ സംഭവിക്കുകയാണ്. ഈ പയ്യന്റെ പേരോ വിവരങ്ങളോ ഐഡന്റിറ്റിയോ ഒന്നും തന്നെ അവിടുത്തെ പോലീസിന് പുറത്തുവിടാൻ സാധിക്കത്തില്ല. പയ്യനെ കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്തു. പക്ഷെ അവിടുത്തെ ജനങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ള മറ്റൊരു കാര്യമായിരുന്നു. അവരുടെ ഇടയിലൂടെ സ്പ്രെഡ് ആയത്
പരന്നത് മറ്റൊരു വാർത്തയായിരുന്നു. അതായത് ഒന്നാമത്തത് അവർക്കറിയണം ആരാണ് കൊന്നത്, ആരാണ് ഇത്രയും വലിയൊരു ക്രിമിനൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കുഞ്ഞുങ്ങളെ കൊന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് അത്ര വികാരങ്ങൾ ഉണ്ടാകത്തില്ലേ. 3 കുഞ്ഞുങ്ങളെ ക്രൂരമായിട്ട് കൊന്നവൻ ആരാണ്, അവനെപ്പറ്റി ഞങ്ങൾക്ക് അറിയണം എന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ പോലീസ് കൊടുത്ത റെസ്പോൺസാണ് അവൻ 18 വയസ്സ് താഴെയാണ്, ഡീറ്റെയിൽസ് പുറത്തുവിടാൻ പറ്റത്തില്ലെന്ന്. അതിനെ തുടർന്ന് ഇവരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പ്സിലൊക്കെ വ്യാജ പ്രചാരണം വരികയാണ്. ആ വ്യാജ പ്രചാരണമാണ് ഇത്രയും വലിയൊരു ആക്രമണത്തിലേക്ക് നയിച്ചത് എന്ന് പറയുമ്പോഴും അതിൻ്റെ അടിയിൽ ഒരു അണ്ടർലൈൻ കോസ് ഉണ്ട്. അതിനെപ്പറ്റി സംസാരിക്കാം, അതിനെപ്പറ്റി റെഫർ ചെയ്യാനാണ് ഞാൻ ആദ്യത്തെ ഒരു പോർഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നു ആ വ്യാജ പ്രചാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുട്ടികൾക്കെതിരെ ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു ആക്രമണം നടത്തിയത് വിദേശത്ത് നിന്ന് വന്നിട്ടുള്ള, അതായത് കുടിയേറ്റക്കാരനാകാം, അഭയാർത്ഥിയാകാം, അങ്ങനെ വന്നിട്ടുള്ള ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെടുന്ന വ്യക്തിയാണ് ഇത് ചെയ്തത് എന്നും പറഞ്ഞിട്ടുള്ള ഒരു വ്യാജ വാർത്ത ഇവർക്കിടയിൽ സോഷ്യൽ മീഡിയയിലൂടെയും വാക്കാലും ഒക്കെ പ്രചരിക്കുകയാണ്. പക്ഷെ ശരിക്കും അതായിരുന്നു സത്യം. അല്ല, 17 വയസ്സുള്ള ഈ ഒരു UK തന്നെ ജനിച്ചിട്ടുള്ള ഒരു പയ്യനായിരുന്നു. ആ പയ്യന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. എന്തായാലും ഈ മുസ്ലിംകളാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള വ്യാജ വാർത്ത അവിടെ സ്പ്രെഡായി. അങ്ങനെ ഈ ഒരു അവിടുത്തെ തന്നെ സിറ്റിസൺസ്, അവിടുത്തെ തന്നെ പൗരന്മാരുണ്ടല്ലോ, ആ രാജ്യത്തിന്റെ അവകാശികൾ, അവര് തെരുവിലിറങ്ങിയാണ്. ഇനി ഞാൻ പറഞ്ഞ പഴയ കാര്യങ്ങളുമായിട്ടൊന്ന് കൂട്ടിച്ചേർക്കണം. അതായത് അവിടുത്തെ പൗരന്മാർക്ക് ഈ കുടിയേറ്റക്കാരോടും അഭയാർത്ഥികളോടും ഒക്കെ ഇപ്പോൾ നിലവിൽ കുറച്ച് വർഷങ്ങളായിട്ട് വർദ്ധിച്ചു വരുന്ന ഒരു അമർഷം, അത് അവരുടെ ഉള്ളിൽ ഇങ്ങനെ എരിഞ്ഞടങ്ങുന്നുണ്ട്. പ്രത്യേകിച്ചും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നൊക്കെ വരുന്നവരോട് ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ദേഷ്യമുണ്ട്. അതിന്റെ കാരണം അവരുടെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത്, ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ ഏതാനും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അഫ്ഗാനിസ്ഥാനിലെ ഇമിഗ്രൻസ് അല്ലെങ്കിൽ അഭയാർത്ഥികളാകാം, റെഫ്യൂജീസ് ആയിട്ട് വന്നിട്ടുള്ളവരാകാം, അങ്ങനെ 3 പേരെ ഈ ഒരു UK മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുകയാണ്. അതിനെ തുടർന്ന് ചെറിയ സമരങ്ങളായിട്ട് തുടങ്ങിയ ഒരു സാധനമാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള മുസ്ലിംസ്. അങ്ങനെ ആ ഒരു ചെറിയൊരു പ്രതിഷേധ പ്രകടനം എന്നും പറഞ്ഞ് തുടങ്ങിയ ഒന്ന് വലിയ കലാപത്തിലേക്കായിരുന്നു കലാശിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പലസ്റ്റൈന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കൊടിയും എടുത്തിറങ്ങി, ഓക്കെ ചെയ്തോ, പക്ഷേ അതും വലിയൊരു കലാപത്തിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ഫുള്ള് നശിപ്പിക്കുക, പബ്ലിക് പ്രോപ്പർട്ടീസ് ഒക്കെ നശിപ്പിക്കുക. അതായത് മറ്റു രാജ്യക്കാർ അവരുടെ രാജ്യത്ത് പോയിട്ട് വലിയ കലാപം തീർത്തപ്പോൾ ഈ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ട് അവരെല്ലാം ആ ഒരു എന്തിൻ്റെങ്കിലും അടിസ്ഥാനത്തിൽ, അത് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാകാം, അല്ലെങ്കിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിലാകാം, അല്ലെങ്കിൽ എത്നിസിറ്റി, റൈസ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അവരൊരുമിച്ച് കൂടി ഒരു കലാപം സൃഷ്ടിക്കുമ്പോൾ ആ ഒരു മതത്തോടോ പാർട്ടിയോടോ കമ്മ്യൂണിറ്റിയോടോ എത്നിസിറ്റിയോടോ റൈസിനോടൊക്കെ ഇവരുടെ ഉള്ളിൽ തീവ്രമായിട്ടുള്ള ഒരു വിദ്വേഷം ഉടലെടുത്തിട്ടുണ്ടായിരുന്നു. മറ്റൊരു ഏറ്റവും നല്ല ഉദാഹരണം പറയുവാണെങ്കിൽ കാനഡയാണ് കേട്ടോ, മറ്റൊരു രാജ്യമാണ്. എങ്കിലും കനേഡിയൻസിന്, അവിടുത്തെ തന്നെ പൗരന്മാർക്ക് ഏറ്റവും ദേഷ്യമുള്ള ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് സിഖുകാരാണ്, പഞ്ചാബികളാണ്, നമ്മുടെ രാജ്യക്കാരാണ്. പക്ഷെ അവരോ ആ ഒരു ഗ്രൂപ്പിനോട് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നാനുള്ള കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. അവർ ഈ ഒരു പഞ്ചാബീസ് എന്നുള്ള പേരിൽ അല്ലെങ്കിൽ സിഖുകാർ എന്നുള്ള ആ ഒരു മതത്തിന്റെ പേരിൽ സംഘടിച്ചിട്ട് വളരെ മോശമായിട്ട് അവരുടെ രാജ്യത്ത് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ സിഖുകാരോട് പൊതുവെ ദേഷ്യം തോന്നും. അതുപോലെ തന്നെ ഈ ഒരു അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നൊക്കെ വന്നിട്ടുള്ള മുസ്ലിം ഇമിഗ്രൻസിനോടും റെഫ്യൂജീസിനോടും ഇവർക്ക് ദേഷ്യമുണ്ടായിരുന്നു. അപ്പോൾ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. പതുക്കെ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ ആയി. ഈ പ്രതിഷേധ പ്രകടനങ്ങൾ പതുക്കെ അക്രമങ്ങളിലേക്ക് നീങ്ങുകയാണ്. എക്സ്പെഷ്യലി വളരെ വ്യക്തമായിട്ടും ഈ മുസ്ലിംസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, അതായത് ഇവരുടെ രാജ്യത്ത് ഇംഗ്ലണ്ടിലും ഒക്കെ താമസിക്കുന്ന മുസ്ലിംസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം, അത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒന്നാണ്. അതായത് ഒരു വലിയ കലാപത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് ഒരു സമരത്തിൽ നിന്നോ പ്രതിഷേധത്തിൽ നിന്നോ ആയിരിക്കുമല്ലോ, അതിൽ സംശയമില്ലല്ലോ അല്ലേ. അപ്പോൾ ഈ ഒരു സമരത്തിനോ പ്രതിഷേധത്തിനോ ഒരൊറ്റ ലക്ഷ്യവും ഒരൊറ്റ സ്റ്റാർട്ടിംഗ് പോയിന്റും ആയിരിക്കും ഉള്ളത്. ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്, അപ്പോൾ അതാണ് ഞങ്ങൾക്ക് നേടേണ്ടത്. പക്ഷേ അത് ഒറ്റ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മൾ വിചാരിക്കും അവർ മുമ്പോട്ട് പോകുമ്പോൾ, അതായത് ചെറിയ പ്രതിഷേധങ്ങൾ അതിൻ്റെ തീവ്രത കൂട്ടിയൊക്കെ മുമ്പോട്ട് പോകുമ്പോഴേക്കും അവരുടെ ലക്ഷ്യം എല്ലാവർക്കും ഒരുപോലെ തന്നെ ഒരു നേർരേഖയിലായിരിക്കും പോകുന്നതെന്നല്ലേ. അല്ല, ഒരു കലാപത്തിൻ്റെ സ്വഭാവം കൈവരിക്കുമ്പോൾ മനുഷ്യൻ അവൻ്റെ ഉള്ളിലുള്ള പലതരത്തിലുള്ള ചിന്തകളെ, ചിലപ്പോൾ അത് ഈ പല മതങ്ങളോടുള്ള വിദ്വേഷമാകാം, പല ജാതികളോടുള്ള വിദ്വേഷമാകാം, അല്ലെങ്കിൽ പല റൈസ്, എത്നിസിറ്റി, ഇങ്ങനെ പറയുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്, പാർട്ടിക്കാരുള്ളതാകാം, ഇങ്ങനെ ഇതൊക്കെ പുറത്തിയാടും. അപ്പോൾ വലിയ കലാപം നടക്കുമ്പോഴേക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് കലാപത്തിൻ്റെ അകത്ത് മൂടപ്പെടും. അത് പ്രത്യേകിച്ച് ആരും അറിയത്തില്ല. ഇവർക്ക് ഒരാൾക്കൂട്ടത്തിൻ്റെ ഒരു ആക്രമണ സ്വഭാവം കാണിക്കുകയാണ്. അങ്ങനെ ഒരൊറ്റ ലക്ഷ്യത്തിൽ നിന്ന് തുടങ്ങിയ പ്രതിഷേധം കലാപമായി രൂപാന്തരപ്പെടുമ്പോൾ അതിന് പല ആംഗിളുകൾ ഉണ്ടാകും. ഇതാണ് ഞാൻ പറയാൻ വന്ന കാര്യം. അതായത് ഒരു കലാപം ഇന്ന കാര്യത്തിൻ്റെ പേരിലാണെന്നും പറഞ്ഞായിരിക്കും നടക്കുന്നതല്ലേ, പക്ഷെ അതിന് വിവിധമായിട്ടുള്ള ശിഖരങ്ങളോ അഥവാ ആംഗിളുകളോ ഉണ്ടാവും. ഒരുപാട് വ്യക്തികൾ അവരുടെ മനസ്സിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. ഇന്ന പാർട്ടിയിൽപ്പെട്ടവൻ അവനെ തട്ടണം, ഇന്ന മതത്തിൽപ്പെട്ടവൻ അവനെ തട്ടണം. പക്ഷേ ലക്ഷ്യം എന്തായിരിക്കും? മറ്റേ വിദ്യാഭ്യാസത്തിൻ്റെ എന്തെങ്കിലുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്നതായിരിക്കും. പക്ഷേ മതത്തിനെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ തീർക്കാനായിട്ട് ഈ ഒരു അവസരം അവർ മുതലാക്കും. ആ ഒരു മൃഗത്തിൻ്റെ സ്വഭാവം പുറത്തു ചാടും. ഇത് തന്നെ ഈ ഒരു UK പ്രൊട്ടസ്റ്റിന് കാണാൻ പറ്റുകയാണ്. അവർ അവിടെ കുടിയേറ്റക്കാരായിട്ട് വന്നിട്ടുള്ള എല്ലാവരെയും തന്നെ ആക്രമിക്കുകയാണ്.
അതായത് ഈ വെള്ളക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമല്ലോ, നമ്മളൊക്കെ പൊതുവെ ഡാർക്ക് സ്കിൻഡാണ് അല്ലെങ്കിൽ ബ്രൗൺ സ്കിൻഡ് എന്നാണ് പറയുന്നത്. നമ്മൾ വൈറ്റും ബ്ലാക്ക് എന്നും പൊതുവെ പറയുമ്പോൾ നമ്മൾ റേസിസം എന്നാണ് നമ്മുടെ നാട്ടിൽ തന്നെ പറയുന്നത് അല്ലേ. പക്ഷെ അവിടെ അവർ ഗ്രൂപ്പായിട്ട് തരംതിരിച്ച് തന്നെ ഒഫീഷ്യൽ സ്റ്റേറ്റ്സുകളിൽ പോലും ഉപയോഗിക്കുന്ന ഒന്നാണ് ഇപ്പോൾ അമേരിക്കയിലൊക്കെ വൈറ്റ് ആൻഡ് ബ്ലാക്സ് എന്നൊക്കെ. അപ്പോൾ അവർ വെള്ളക്കാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർ നമ്മളെപ്പോലുള്ള ഇന്ത്യൻസിൻ്റെ രൂപസാദൃശ്യമുള്ള അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാൻസോ ബംഗ്ലാദേശിസോ ആരും ആയിക്കൊള്ളട്ടെ, വെള്ളക്കാരല്ലാത്തവരെ എല്ലാം തന്നെ അവിടെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളായിക്കോട്ടെ, ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, ഒക്കെ തന്നെ കണ്ണിൽ കണ്ടവരെ എല്ലാം ആക്രമിക്കുന്ന ഒരു സ്വഭാവ രീതിയിലേക്ക്, ഒരു മൃഗങ്ങളുടെ സ്വഭാവ രീതിയിലേക്ക് രൂപാന്തരപ്പെടുകയാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടുത്തെ പൗരന്മാർ വെള്ളക്കാർ വലിയ ആക്രമണം അഴിച്ചുപിടിയാണ്. അതിനൊരു റിറ്റാലിയേഷൻ എന്നോണം, അതിനൊരു പ്രത്യാക്രമണം എന്നോണം ഈ മുസ്ലിങ്ങൾ ഗ്രൂപ്പുകളായിട്ട് സംഘടിച്ച് അവരെയും തിരിച്ചാക്രമിക്കുന്നുണ്ട്. അവരും കൊടുക്കുന്ന അക്രമങ്ങൾ വലുതാണ്, അവരും നടത്തുന്ന അട്രോസിറ്റീസ് വലുത് തന്നെയാണ്. രണ്ടുപേരും പരസ്പരം അങ്ങോട്ട് ഏറ്റുമുട്ടുകയാണ് എന്ന് വേണം പറയാനായിട്ട്. രണ്ടുപേരും ഏറ്റുമുട്ടി ആ രാജ്യത്ത് ചോര ചീന്തുകയാണെന്ന് വളരെ ചുരുക്കി പറയാൻ സാധിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്താണ് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്നത്? അതായത് നമ്മളുടെ ഇന്ത്യയിൽ, നമ്മളുടെ രാജ്യത്ത് നിന്ന് ഒരുപാട് പേര് അവിടെ പഠിക്കാനും ജോലി ചെയ്യാനൊക്കെ പോയിട്ടുണ്ട്. നമ്മളുടെ സംസ്ഥാനത്ത് നമ്മളുടെ കൂട്ടുകാരൻ, തോളെ കയറ്റി കിടന്ന കൂട്ടുകാരൻ വരെ പോയിട്ടുണ്ടല്ലേ. ഇവരുടെ തന്നെ ജീവിതം ഡേഞ്ചർ ആകുന്ന ഒരു അവസ്ഥയിലാണ്, അപകടത്തിലാകുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഇപ്പോൾ മലയാളീസ് പുറത്തുവിട്ട വീഡിയോ ഉണ്ട്, വീഡിയോ വഴി കൂടെ പ്രതിഷേധം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നൈസായിട്ട് ജനലിൽ കൂടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, അവർ കാണുന്ന പോലില്ല. ജനൽ കല്ലെറിഞ്ഞ് ഉടക്കിയാണ് അവർ പ്രതിഷേധക്കാർ. ബസ്സിന് തീയിടുന്നു, അവിടെയുള്ള പബ്ലിക് പ്രോപ്പർട്ടീസ് എല്ലാം നശിക്കുന്നു, അവിടെയുള്ള പൊതുമുതൽ കൊള്ളയടിക്കുന്നു. ആകെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയ കലാപങ്ങൾ നടക്കുമ്പോഴേക്കും അവിടുത്തെ UK പോലീസും അവിടുത്തെ UK പ്രൈം മിനിസ്റ്ററും ഒക്കെ വെറും നോക്കുകുത്തികളായിട്ട് നോക്കി നിൽക്കേണ്ടി വരികയാണ്. അവരെ കൊണ്ടത് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. UK പോലീസിനൊക്കെ നമ്മുടെ നാട്ടിലെ പോലീസോ പട്ടാളത്തെ പോലെയൊന്നും അല്ല, അവരൊക്കെ വെറുതെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തോ കാണിക്കുന്നുണ്ട്. കലാപങ്ങളൊക്കെ സൈഡിൽ കൂടെ തന്നെ നടന്നു പോകുന്നുണ്ടല്ലേ. അങ്ങനെ പോലീസ് ഒരു അറ്റായി പ്രയോഗിക്കുകയാണ്. അതായത് എന്തിന്റെ പേരിലായിരുന്നു ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു? ആ ഒരു കുട്ടികളെ ആക്രമിച്ച വ്യക്തി ഒരു മുസ്ലിം ഇമിഗ്രന്റ്, അതായത് മുസ്ലിം കുടിയേറ്റക്കാരനോ അഭയാർത്ഥിയോ ആണെന്നുള്ള പേരിലാണല്ലോ. അവന്റെ വിവരങ്ങൾ പുറത്തുവിടാൻ പറ്റാത്തത് അവന് 17 വയസ്സുള്ളതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഈ ഒരു സിറ്റിസൺസ് വെള്ളക്കാർ പറഞ്ഞു, അതല്ല, നിങ്ങൾ ഒരു മുസ്ലിം ഇമിഗ്രന്റ് ആയതുകൊണ്ട് മറച്ചു വയ്ക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു അവരുടെ വാദങ്ങൾക്ക് ശക്തി പടർന്നു പിടിച്ചുകൊണ്ട് ഇവർ വലിയ അക്രമങ്ങളിലേക്ക്, പ്രത്യേകിച്ചും ഈ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ കേന്ദ്രീകരിച്ചുള്ള അക്രമങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ പോലീസ് അറ്റാക്ക് പ്രയോഗിച്ചത് ഇവന്റെ ഡീറ്റെയിൽസ് പുറത്തുവിട്ടു. അതായത് ഗവൺമെന്റിന്റെ അനുവാദത്തോടെ തന്നെ ഡീറ്റെയിൽസ് പുറത്തുവിടുകയാണ്. ആ 17 വയസ്സുള്ള ക്രിമിനലിന്റെ പേര് അലക്സ് റുഡാക്കുബാന എന്നാണ്. അവൻ മുസ്ലിംസോ അല്ലെങ്കിൽ കുടിയേറ്റക്കാരനോ അഭയാർത്ഥി ഒന്നുമല്ല. അവൻ ഈ UK തന്നെ ജനിച്ച ഒരു UK പൗരനാണ്, ഒരു UK സിറ്റിസൺ ആണ്. പക്ഷെ അവന് ഓട്ടിസം ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ഇവൻ മറ്റേ BBC-യുടെ ചൈൽഡ് ഫോർ നീഡ് എന്നൊക്കെ പറയുന്ന BBC-യുടെ ഒരു വിഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ആഡ് പ്രോമോയിൽ പരസ്യത്തിലൊക്കെ വന്നിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പോൾ കുട്ടികളുടെ അവകാശങ്ങളെ പറ്റി സംരക്ഷിക്കുന്ന അതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള വീഡിയോസാണ്. എനിവേ, അതിലൊക്കെ വന്നിട്ടുള്ള ഒരുത്തനാണ് ഈ അലക്സ് റുഡാക്കുബാന എന്ന് പറയുന്ന ഈ ഒരുത്തൻ. അവനാണ് ഈ ക്രൈം ചെയ്തത്. അപ്പോൾ അത് പുറത്തുവിട്ടു പോലീസ് ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ കലാപം ആരംഭിച്ചത് എന്തിനായിരുന്നു? ആ ഒരു കുട്ടികളെ കൊന്നത് ഒരു മുസ്ലിം ഇമിഗ്രന്റ് അല്ലെങ്കിൽ അഭയാർത്ഥിയാണെന്ന് പറഞ്ഞല്ലേ, അവനൊന്നും അല്ല, അങ്ങനത്തെ ഒരാളല്ല കൊന്നത്. നമ്മുടെ രാജ്യത്തുള്ള ഒരു പയ്യനാണ്, അവൻ്റെ പേര് അലക്സ് റുഡാക്കുബാന എന്നാണ്. അതേ അവൻ്റെ ഫോട്ടോ, അവൻ്റെ വീഡിയോസ്, എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ നോക്ക്. ഇനി നിങ്ങൾക്ക് സമാധാനമായില്ലേ? ഇനി നിങ്ങൾ കലാപങ്ങൾ അടക്ക്, ഇത് ഇവിടെ കൊണ്ട് തീർക്ക്, പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പോലീസ് എന്താ വിചാരിച്ചത്? ഇതിൻ്റെ പേരിലാണ് തുടങ്ങിയത്, അത് പുറത്തു വരുമ്പോഴേക്കും തീരുമെന്നാണ്. തീർന്നില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കലാപം പല ആംഗിളുകൾ, പല ശിഖരങ്ങളിലേക്ക് പടർന്ന് പന്തലിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ വെള്ളക്കാർക്ക് കുടിയേറ്റക്കാരോടുള്ള വിദ്വേഷങ്ങളെല്ലാം തീർത്തുകൊണ്ടേയിരുന്നു. ഇതേ വെള്ളക്കാർക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയോടുള്ള വിദ്വേഷങ്ങളെല്ലാം തീർത്തുകൊണ്ടേയിരുന്നു. അവിടുത്തെ തന്നെ ഗവൺമെന്റിനോട്, അതായത് ഈ ഗവൺമെന്റ് ആണല്ലോ ഇത്രയും ഇമിഗ്രൻസിനെയൊക്കെ ഒരുമിച്ച് അങ്ങോട്ടെടുത്ത് ആ രാജ്യം നശിപ്പിച്ചത്, അതുകൊണ്ട് പൊതുമുതൽ നശിപ്പിക്കുന്ന ആ ഒരു ആംഗിളും കൈവരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ കലാപം പല ആംഗിളുകളിലേക്ക് പടർന്നു പിടിച്ചത് കൊണ്ട് തന്നെ ഈ ഒരു വിവരം പുറത്തുവിട്ടു. പോലീസ് ആ 17 വയസ്സുള്ളൂ, പക്ഷേ കലാപം ശമിപ്പിക്കാൻ വേണ്ടി അറ്റകൈയതാണ്. എങ്കിലും പുറത്തുവിട്ടെങ്കിലും ഇതിന് ഒരു പരിഹാരവുമായി മാറിയില്ല. ഇതോടൊപ്പം റിറ്റാലിയേഷൻ അഥവാ പ്രത്യാക്രമണ ഭാഗത്ത് നിന്നും വലിയ ആംഗിളുകൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിനെ മുസ്ലിം കമ്മ്യൂണിറ്റി ആക്രമിക്കുന്നു അല്ലെങ്കിൽ അതുകൊണ്ട് ഞങ്ങൾ പ്രതിരോധിക്കുന്നു എന്നാണല്ലോ. പക്ഷേ ഇവർ വലിയ സംഘമായിട്ട് സംഘടിച്ച് അവിടെയുള്ള വെള്ളക്കാരെയും ഒന്നിൽ ഇടപെടാത്ത വെള്ളക്കാരെയും ഒക്കെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തുന്ന ഒരു രീതിയിലേക്ക് പോവുകയാണ്. അവരും പൊതുമുതൽ നശിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് പോവുകയാണ്. അപ്പോൾ കലാപങ്ങൾ, അത് എന്ത് കലാപം ആയിക്കോട്ടെ, അത് ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ആംഗിൾസ് ആണ്. ഓരോ ആൾക്കാരുടെയും ചിന്തകൾക്കനുസരിച്ചാണ് അവർ പിന്നെ എന്തിനാണോ ആക്രമണം നടത്തുന്നതെന്ന് പറയാൻ പറ്റത്തുള്ളൂ.
നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല തുടങ്ങിയതിൻ്റെ ലക്ഷ്യമൊന്നും ആയിരിക്കില്ല, അതിനൊക്കെ ഒരുപാട് വ്യതിചലിച്ച് പോയിട്ടുണ്ടാകും. ഇതാണ് നിലവിൽ ഇംഗ്ലണ്ടിൽ അഥവാ ഗ്രേറ്റ് ബ്രിട്ടനിൽ അഥവാ UK സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കലാപം ശമിച്ച് എല്ലാവരും ശാന്തിയും സമാധാനത്തോടെ ജീവിക്കട്ടെ, ലോകസമസ്ത സുഖിനോ ഭവന്തു എന്ന് നമുക്ക് ആഗ്രഹിക്കല്ല. നമ്മൾ എന്ത് ചെയ്യാനാണ് ഇവിടെ ഇരുന്നിട്ട്? കാരണം നമ്മൾ ഭയങ്കരമായിട്ട് മറ്റ് രാജ്യങ്ങളിലൊക്കെ സംഭവിക്കുന്നതിനേക്കാൾ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ഒരുപാട് സുഹൃത്തുക്കളും സ്വന്തക്കാരൊക്കെ തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ടെൻഷൻ കൊടുക്കും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. അതായത് നമ്മൾ മറ്റൊരു രാജ്യത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിന് അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് വളരെ പവിത്രമായിട്ടുള്ള ഒരു സംസ്കാരവും അല്ലെങ്കിൽ സാംസ്കാരികതയും രീതികളും വിശ്വാസങ്ങളും അവിടുത്തെ ഡിസിപ്ലിനും ഒക്കെ കാണും. അത് നശിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മൾ വളർന്നുകൂടാ, അതൊന്നും ചെയ്തുകൂടാ. നമ്മൾ മറ്റൊരു രാജ്യത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ രീതിയെയും അവരുടെ ഡിസിപ്ലിനെയും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു ഭാഗമായി മാറുക എന്നുള്ളതാണ്. അല്ല നമ്മളുടെ കൾച്ചറും മറ്റേ അവിടെ ഇറങ്ങിയിട്ട് വലിയ അമ്പലത്തിലെ പരിപാടി പോലെ തന്നെ മറ്റേ രഥമൊക്കെ എഴുന്നള്ളിച്ച് ചെണ്ടകൊട്ടൊക്കെ നടത്തി പോവുകയാണ്. എന്തിനാണ്? അതുപോലെ തന്നെ ഇപ്പോൾ ജർമ്മനി, മറ്റൊരു രാജ്യമാണ് ജർമ്മനിയിൽ ശരിയത്ത് നിയമം നടപ്പിലാക്കണമെന്നും പറഞ്ഞ് വലിയ പ്രതിഷേധം. കൃത്യമായിട്ട് പറയുവാണെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ അക്സെപ്റ്റൻസ് എത്രത്തോളമാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അതായത് അവരുടെ സമ്മതമുണ്ട്, അവർക്കിത് വലിയ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. അവർ പൊതുവെ നമ്മളെ പോലെ നമ്മൾ ചുറ്റും എന്തെങ്കിലും പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ എന്തുവാണ് കാണിക്കുന്നത് തട്ടിക്കയറുന്നവരല്ല. അവർ പലരും അവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ പല വീഡിയോസും കാണാം, കടയിൽ വന്നിട്ട് മറ്റേ കൊള്ള വേഷം കിട്ടും. UK ഫുള്ള് പിടിച്ചു പറയും കൊള്ളയാണ്. എന്തോരം വീഡിയോസ് കാണാൻ പറ്റും. സൈക്കിളെ വന്നിട്ട് ഫോൺ തട്ടിപ്പറിച്ച് പോകുന്ന 100 കണക്കിന് വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പോൾ കടയിൽ വന്നിട്ട് ഇതുപോലെ കത്തി കാണിച്ചിട്ട് അല്ലെങ്കിൽ വെറുതെ ഒന്ന് വാരിയിട്ട് പോവുകയാണ്. ആൾക്കാർ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കാരണം വെറുതെ എന്തിനാ പോയിട്ട് മെനക്കെട്ട് നമുക്ക് ഇടിമേടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ നിൽക്കുകയാണ്. മറ്റൊരു വിദേശിയാണ്, അതായത് നമ്മളൊക്കെ പോയിട്ടാണ് കടയിൽ നിൽക്കുന്നതെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ രാജ്യമല്ല. അവിടെ പോയി 2 ഇടിയും കിട്ടി കിടന്നു കഴിഞ്ഞാൽ തീർന്നു. എന്ത് ചെയ്യാനോ? ഒന്നും ചെയ്യാനോ? ആരും ഒന്നും ചെയ്തു തരത്തില്ല. നമ്മുടെ രാജ്യത്താണെങ്കിൽ നമുക്ക് പവറുണ്ട്, നമുക്ക് മറ്റൊരു രാജ്യത്ത് നിന്നാൽ പവറില്ല. അപ്പോൾ ജനങ്ങളുടെ ഹിതം മനസ്സിലാക്കി അവരുടെ താല്പര്യം മനസ്സിലാക്കി മാത്രമേ ഇതൊക്കെ ചെയ്യുക എന്ന് എനിക്ക് പറയാനുള്ളൂ. നമ്മളൊരു പ്രത്യേക ഐഡന്റിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഒത്തുകൂടി ബുദ്ധിമുട്ടുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ റിലീജിയൻ ആകാം, മതമാകാം, അല്ലെങ്കിൽ പാർട്ടിയാകാം, പിന്നെ നമ്മളുടെ വംശമാകാം, അല്ലെങ്കിൽ ഗോത്രമാകാം. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും നമ്മൾ ആ സമൂഹം ഒത്തുകൂടി, പുറത്തുനിന്നുള്ളവരുടെ കാര്യമായിട്ടോ പറഞ്ഞത്, അതൊത്തുകൂടിയിട്ട് ആ ജനങ്ങളുടെ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കി അവരുടെ രാജ്യത്തെ നശിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ട എല്ലാവരോടും, ആ ഒരു ഗ്രൂപ്പ് ആസ് എ ഹോൾ ജനങ്ങൾക്ക് ഒരു വെറുപ്പുണ്ടാകും, അവരുടെ ഉള്ളിൽ വിദ്വേഷം ഉണ്ടാകും. അവരിതുപോലെ തരം കിട്ടുമ്പോൾ തീർക്കുന്നുമുണ്ട്. ഇത് വളരെ മോശമായിട്ടുള്ളതാണ്. എന്തായാലും ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു വിഷയത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഇസ്മേഷൻ മടപ്പള്ളി സൈനിങ് ഔട്ട്.